നമസ്കാരം. എൻ്റെ പേര് പൗർണമി. ഞാൻ +2 വിദ്യാർത്ഥി. ഒഴുകുപാറക്കൽ ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യോത്സവം 2024 ആറാം ദിവസമായ സാഹിത്യസന്ധ്യയിൽ നാം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറും അധ്യാപകനും പ്രസംഗകനും എഴുത്തുകാരനുമായ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന ഔൽ പക്കീർ ജൈനുല്ലബിൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്ന കലാം ഒക്ടോബർ 15, 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ കലാമിൻ്റെ വിലപ്പെട്ട സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനെന്നും കലാമിനെ വിശേഷിപ്പിക്കാറുമുണ്ട്. പ്രൊക്രെയിൻ അണുവായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. തൻ്റെ ജനകീയ നയങ്ങളിൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ കലാം 2007 ജൂലൈ 25 സ്ഥാനമൊഴിഞ്ഞ ശേഷം തൻ്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു. എഴുത്തുകാരനായ കലാം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അഗ്നിച്ചിറകുകളാണ് തൻ്റെ ആത്മകഥ. മലയാളമടക്കം വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇവ പരിഭാഷ ചെയ്തിട്ടുമുണ്ട്. അബ്ദുൽ കലാം രചിച്ച പുസ്തകങ്ങൾക്ക് ദക്ഷിണ കൊറിയയിൽ നിരവധി വായനക്കാരുമുണ്ട്. ആയതിനാൽ 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. കലാം ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമായിരുന്നില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. വിദ്യാർത്ഥികൾക്ക് കലാമിൻ്റെ പ്രസംഗങ്ങളും സന്ദേശങ്ങളും വളരെയധികം പ്രചോദനം നൽകുന്നവയുമായിരുന്നു. ഞാൻ ജനിച്ചത് കഴിവുമായാണ്. ഞാൻ ജനിച്ചത് നന്മയോടും വിശ്വാസത്തോടും കൂടിയാണ്. ഞാൻ ജനിച്ചത് ആശയങ്ങളും സ്വപ്നങ്ങളുമായാണ്. ഞാൻ മഹത്വത്തോടെയാണ് ജനിച്ചത്. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ജനിച്ചത്. ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചത്. അതിനാൽ ഞാൻ ഇഴയാനുള്ളതല്ല. എനിക്ക് ചിറകുകളുണ്ട്. ഞാൻ പറക്കും. ഞാൻ പറക്കും എന്ന മഹത്തായ വചനങ്ങൾ നമ്മെ പ്രാപ്തരാക്കി. നിങ്ങൾ ജീവിതത്തിൽ പരാജയം രുചിച്ചാൽ ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നാൽ ഫെയിൽ മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ആദ്യ പരിശ്രമം എന്നാണ് അതിനർത്ഥം. അവസാനിച്ചു എന്നാൽ അതിനർത്ഥം അവസാനിച്ചു എന്നല്ല. എൻഡ് മീൻസ് എഫേർട്ട് നെവർ ഡൈസ്. പരിശ്രമം ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇല്ല എന്നൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചാൽ അതിനർത്ഥം നോ മീൻസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടേത് അടുത്ത അവസരം എന്നാണ്. ജീവിതത്തെ പോസിറ്റീവായി കാണൂ എപ്പോഴും. നമുക്ക് ചിറകുകളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട് എന്ന് നമ്മെ മനസ്സിലാക്കി തന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം 2015 ജൂലൈ 27 നമ്മെ വിട്ടുപിരിഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് 1000 പ്രണാമങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.